നിലവിലെ നിയമങ്ങളിലെ പല വകുപ്പുകളും ഇല്ലാതാവും, പുതിയവ കൂട്ടിച്ചേർക്കും, മറ്റു ചിലതിൽ ഭേദഗതി വരുത്തും. It defines an organized crime syndicate as a group of 2 or more individuals indulging in the same offense. The punishment depends on the nature of the offense. ഇന്ന് പ്രാബല്യത്തിലായ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ആദ്യ കേസ് ഡൽഹിയിൽ. കേസെടുത്തത് ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട. ഭാരതീയ ന്യായ സംഹിത പ്രകാരം സ്വർണ്ണക്കടത്ത് ഓർഗനൈസ്ഡ് ക്രൈമിന്റെ പരിധിയിലാണ് ഇനി വരുന്നത്. ജീവപര്യന്തം വരെ കഠിന തടവും 5 ലക്ഷം രൂപ വരെ. Operation Eagle? Yes, sir. Eagle. Shweta, what are the recent updates? Sir, our team is working 24/7. Verified and closed many big and small fishes. കളക്ട് ചെയ്ത ഇൻഫർമേഷൻസിൽ നിന്നും ഒരു കോമൺ നെയിം വൺ മിസ്റ്റർ മൈക്കൽ ഡിസൂസ, അവരുടെയൊക്കെ മൈക്ക് ബായ്. ഗോവയിൽ ബോൺ ആൻഡ് ബോട്ടപ്പ് ആണെങ്കിലും ഇപ്പോൾ ഗൾഫിലിരുന്നാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. നാട്ടിലെ കാര്യങ്ങൾ അവന്റെ സ്പെഷ്യൽ ടീമും. സർ, കാർത്തിക് ആൻഡ് ടീം ആർ ഓൺ ദ വേ ടു ഗോവ. വി വിൽ ഗെറ്റ് മോർ ഇൻഫർമേഷൻ സൂൺ. What about their modus operandi? സർ, ഇതുവരെ മനസ്സിലാക്കിയതിൽ നിന്ന് പ്ലാൻ ചെയ്ത ദിവസം അവിടുന്ന് ഫ്ലൈറ്റ് പുറപ്പെട്ടു കഴിഞ്ഞ ഉടനെ ഏതെങ്കിലും ഒരു ഇൻഫോമർ ത്രൂ കാരിയറിന്റെ നെയിം ഇവിടുത്തെ ഓഫീസേഴ്സിനെ അറിയിക്കും. ഓഫീസേഴ്സ് ബെയ്റ്റിന് പുറകെ പോകുമ്പോൾ ദ മെയിൻ കാരിയേഴ്സ് വിൽ എസ്കേപ്പ്. ഒരു തരം ഒത്തുകളി. അതിന് ഒത്താശ ചെയ്യാനും ഡിപ്പാർട്ട്മെന്റിൽ ആളുകൾ ഉണ്ടത്രേ. Okay. Where is Mr. George? ഹീസ് ഓൾസോ ദയർ വിത്ത് കാർത്തിക് ആൻഡ് ടീം. Okay. Shweta, good job. Anyway, keep me updated. ഷുവർ സർ, താങ്ക് യു. Hello, George. Sir. Is the source reliable? Sir, നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റാണ്. Okay, get ready with team. Sir. So, today night? ഇന്ന് രാത്രിയോടെ ക്യാച്ച് കൺഫേംഡാ. Okay, carry on. ശരി സാർ. Team set അല്ലേ? എല്ലാം സെറ്റാണ് സാർ. Okay. ഓക്കെ. ഇന്ന് രാത്രി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓപ്പറേഷൻ ഈഗിളിൻ്റെ ഫസ്റ്റ് മൂവ്. നാളത്തെ ബ്രേക്കിംഗ് ന്യൂസ് അതായിരിക്കണം. ആൻഡ് ബി ഷുവർ എവറിത്തിങ് ഈസ് കോൺഫിഡൻഷ്യൽ. കണ്ടോടാ, ഐഫോണാണ് മോനെ, ഐഫോൺ 15 Pro. ഷെഫീക്കെ, എന്തൊരു പെർഫോമൻസ് ആണെന്നറിയോ? നമുക്കൊരു ഫോട്ടോ എടുത്ത് നോക്കിയാലോ? ഏവന്നടാ ഐഫോൺ കാരൻ പറ്റും നോക്ക്. ഇവിടെ കുറെ ആൾക്കാർ ഐഫോൺ എടുക്കെടുക്കെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുറെ ആയി. ഇപ്പൊ അടുത്തെങ്ങാനും എടുക്കോ നീ ഐഫോൺ? ആ ഫോൺ എടുക്കുമ്പോ കണ്ടാ മതി. കുറെ കാലം നിർത്തിക്കോ, നീയൊക്കെ കുറെ കാലായി കളിക്കില്ല. ഐഫോൺ ഇപ്പൊ എന്ത് അശോക, 13:44 ബില്ല് ഇന്നല്ലേ എഴുതിയിരുന്നല്ല? അതിൻ്റെ ലോഡ് പോയായിരുന്നല്ല? പോയിനെ. പോയിട്ടുണ്ടല്ലേ? ഓക്കെ. അല്ല, ഇതാര്? അൽപ്പാപ്പനാ? കണ്ടിട്ട് അർബാബിനെ പോലെ ഉണ്ടല്ലോ. എന്തൊരു അർബാബിനെ പോലെന്ന്? അർബാബ് തന്നെയല്ലേ. എൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാത്ത ആരെങ്കിലും ഉണ്ടോ ഈ സൂക്കിൽ? അതൊക്കെ നമുക്കറിയാലോ. അല്ല, കളക്ഷൻ ഇതിൽ വെക്കുന്നുണ്ടേ. ഇന്നലെയും കൂടെ നിങ്ങളെ കാണാണ്ടായപ്പോൾ ഞാനാകെ ബേജാറായി.
താൻ എന്തിനാ ബേജാറാവണം എൻ്റെ പൊന്ന് റഫീഖളിയാ? ഈ മുതലും പലിശയും കൂടെ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയാൽ ഞാൻ കുടുങ്ങൂലേ പത്മേട്ടാ? അല്ലെങ്കിലും ബർക്കത്തില്ലാത്ത കാശല്ലേ. എന്തൊരു വർക്കത്ത്, അതൊക്കെ ഈ കാശുള്ളവർക്കല്ലേ ഈ വർക്കത്തും ബർക്കത്തൊക്കെ. ഈ കാശില്ലാത്തവർക്ക് എന്ത് വർക്കത്ത് അല്ല പിന്നെ. ആട്ടെ, ഈ എലിപ്പെട്ടികൾക്ക് എന്തൊരു വിലകൾ? ഇതിനൊരു 2.5 റിയാൽ വരും. ആണാ? എന്നാ പറ്റുള്ള എഴുതി കളിക്കട്ടെ. അപ്പം ശരി. എന്താ എത്ര ധൃതി? എൻ്റെ പൊന്ന് റഫീഖ് കളിയാ, ഒന്നും പറയണ്ടെന്ന്. അറുവാവിൻ്റെ കഴുതകൾക്കും മറ്റും പുല്ലുകളും മറ്റും വാങ്ങണം. എന്നോട് കണ്ടില്ലെങ്കിലേ കട്ട കലിപ്പാണെന്നേ. അറുവാവിന് അടുത്ത കാലത്തായിട്ട് ഡൗട്ടുകളും മറ്റും തോന്നുന്നുണ്ട്. ആരോ പണിയുന്നുണ്ട്. ശരി. അല്ല പപ്പേട്ടാ, പിന്നെ നമ്മുടെ ഈ സൈഡ് ബിസിനസ് എങ്ങാനും നിങ്ങളുടെ അർബാവ് പൊക്കുവോ? എന്തിനാ റഫീഖളെ പേടിക്കണത്? എല്ലാ കാലം ഇങ്ങനെയൊക്കെ തന്നെ കഴിഞ്ഞാൽ മതിയാ. എന്നാലും സംഗതി സീനാവോ പത്മേട്ടാ? പിന്നെ ആ ഷെൽവിന് ഒരു 10 കിലോ കജൂറും കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ശരിയാക്കാമെന്ന്. നീ പുതിയ ആളുകൾ പിടിച്ചോണ്ട് എൻ്റെ പൊന്ന് റഫീഖെ. ഈ പപ്പൻ എത്ര കുളങ്ങണ്ടതാ. അപ്പോൾ ശരി. ഹലോ. എന്താ മോനെ നിനക്ക് പറഞ്ഞാ മനസ്സിലാവാത്തത്? ഇല്ല, മനസ്സിലാവൂല. അല്ലെങ്കിലും ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഓരോ ന്യായങ്ങളുണ്ടല്ലോ അല്ലേ? എത്ര പ്രാവശ്യം പറഞ്ഞതാ? അമ്മ ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറേയായി. ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട. ദേ, ഇനി വരാൻ 2 ദിവസം കൂടിയേ ഉള്ളൂ. നീ ഒന്ന് ഫോൺ വെച്ചേ മനു. അമ്മ എന്നിട്ട് പറ. എന്ത് പറയാൻ? എന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു? ആ റെഡി മാമ. ഓ നീയൊന്ന് ഫോൺ വെച്ചേ മനു. ആ തള്ള അവിടെ കിടന്ന് ഒച്ചെടുക്കുക. നാട്ടിൽ വരാറാകുമ്പോഴേക്കും കിട്ടാനുള്ള പൈസ കൂടി നീ ഇടങ്ങാറാക്കല്ലേ. നീ ഒന്ന് ഫോൺ വെച്ചേ. ഞാൻ പിന്നെ വിളിക്കാം. അമ്മ التجارة ضعيفة. السائق باكمان رسل لي الصور، وهذه الصور كيف؟ صحيح نعم. السلام عليكم. وعليكم السلام. وين السائق باكمان؟ ما أعرف بابا، يمكن رسوك. خبري لما يرجع يجيني بسرعة هنا. إنزين؟ أوكي بابا، أوكي. باكمان المتكرر يقع في موقع شك عندي. طيب أنت عندك كاميرات المراقبة، ليش ما تشوف التسجيل؟ يوسف أنا ما أعرف أشوف الكاميرات ولا أعرف أفتح التسجيل. طيب أنا بشوف لك حد من الأولاد يشوف هذه الكاميرات تسجيل، يعرف يتعامل مع الكاميرات والأجهزة الكمبيوتر. طيب جزاك الله خير. أتعمل في معروف سوي. ഹലോ മൈക്കിളണ്ണ, എന്തിര്? ഓ, ഒന്നും പറയണ്ട എൻ്റെ പൊന്ന് മൈക്കിളണ്ണ. അർവാവിൻ്റെ കൂടെ യാത്രയിലായിരുന്നു. ഈ ഡേറ്റ് മൊത്തം ഡൗട്ടുകളാണെന്ന് മൂപ്പിലാണ്. പത്മ വന്നാൽ നടക്കുമോ? എൻ്റെ പൊന്നു മൈക്കിളണ്ണ, ഈ പേടിക്കേണ്ടിരിക്കും. ധൈര്യമായിട്ടിരിക്കുന്നത്. അതെ, അതുകൊണ്ടാണല്ലോ വീണ്ടും വിളിക്കുന്നത്. ധൈര്യമായിട്ടിരിക്കുന്ന മൈക്കിളണ്ണ. ഈ പപ്പം വെച്ച് കെണികളൊന്നും വെറുതെ ആയിട്ടില്ല. നമുക്കറിയാലോ. ഇനിയിപ്പോ അതാ വീട്ടിൽ തന്നെ നമ്മൾ വീഴ്ത്തല്ലേ. പപ്പനാവ സ്വാമികളാണ് സത്യം. അണ്ണൻ ഫോൺ പോയി.
ഹലോ മനു. ആ പറയടാ. അതെ, ഞാൻ ഫോണിലേക്ക് ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. ഐഫോൺ 15 Pro. ഞാനൊന്ന് നോക്കട്ടെടാ. നാളെ പർച്ചേസിന് പോകുമ്പോ കടയിൽ ചോദിച്ചാൽ മതി. നീ എന്നെ വട്ട് പിടിപ്പിക്കല്ലേ മനു. ദേ, അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഫോണും കൊണ്ടല്ല ഇങ്ങോട്ട് വരുന്നെങ്കിൽ പിന്നെ പിന്നെ എന്നെ കണ്ടു മനു മോനെ മനു വെക്ക. എൻ്റെ പൊന്നു വനച്ചേ, പായലുകളെ വല്ല ആഗ്രഹങ്ങളും പറഞ്ഞാലെ കൊണ്ട് നമ്മൾ കൊണ്ട് നടത്തി കൊടുക്കാനായിട്ട്. ആഗ്രഹങ്ങള് അവനെ പൈസയ്ക്ക് ഒരു വിലയില്ലാത്തോണ്ടാ. വനജെ, കാശുകൾ ഇതാ വന്നു ദേ പോയി. പക്ഷെ ഒന്നുണ്ട്, കുട്ടിയോട് അതുണ്ടാകില്ല കേട്ടോ. ഞാൻ പോവാണ്. ആ അർബാബിനെ കണ്ടിട്ട് പോവായിരുന്നില്ലേ? ഓ അർബാബ്, ഞാൻ ആ പറട്ട തലേനെ ഒരു എലിയെ പിടിച്ചു കൊടുക്കട്ടെ. വിശ്വാസം വരട്ടെ, വിശ്വാസം. എന്ത് ചെയ്താലും വിശ്വാസം ഉണ്ടാവില്ല. ചിലരെ കാശുകളുണ്ടാക്കി. പപ്പണ്ണം കഴിച്ചായിരുന്നോ? പപ്പണ്ണ കുറച്ച് മന്തി കൊടുത്തേക്കാം. ആരാണ് ഈ സമയത്ത്? ഓ നീയായിരുന്നാ? കയറി വാ. ആട്ടെ, എന്തിനായി വനജെ നാട്ടോട്ട് പോകാനുള്ള ഒരുക്കങ്ങൾ? എനിക്കാകെ ടെൻഷനാ പപ്പണ്ണ. അത് ശരി, എന്തിനിത്? ഇത്തിരി മന്തിയാ. അർബാബിന്റെ സുഹൃത്ത് വന്നപ്പോ. തന്നെ ആണോ? അല്ലലും വനജെ, ഇന്ന് കാലത്ത് മുതൽ വയറുകൾ പറഞ്ഞു തുടങ്ങിയാണ് മട്ടൻ മന്തികൾ കഴിച്ചിട്ട് കാലം നിങ്ങൾ തോന്നിയാലോ എന്ന്. എന്തൊരു മോന്തകളൊക്കെ പ്ലാനായിരിക്കുന്നത്. പപ്പണ്ണ ഇതൊന്ന് നോക്കൂ, ഇതിനെന്ത് വില വരും? ആർക്ക്? മോനാ, അവൻ അയച്ചെന്നു ഐഫോണാ. ചെറുക്കന് ചില്ലറ പൂതികളൊന്നുള്ളടേ. എന്നാലും തോന്നെ വിലകൾ വരും കേട്ടാ. അയ്യോ, അപ്പൊ നമ്മളെ കൊണ്ട് കൂട്ടിയാ? കൂടും വനജെ, കൂടും. ഒരു വഴിയുണ്ട്, നോക്കണ. സംഗതി സിമ്പിൾ കാര്യങ്ങൾ. നീ മറ്റന്നാളല്ലേ നാട്ടിൽ പോണത്? ആ, അപ്പൊ ഒരു പാഴ്സൽ നിനക്ക് അങ്ങ് തരും. എന്ത് പാഴ്സല്? സംഗതി സ്വർണങ്ങളും മറ്റുമാണ്. അയ്യോ, പറഞ്ഞ രീതിയിൽ നീ എടുത്തുകൊണ്ട് പോയി നേരെ എയർപോർട്ടിൽ കക്ഷികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ മോന് ഫോണുകൾ വാങ്ങിക്കാനുള്ള കാശുകൾ അവിടെ കിട്ടും. എന്തിനു നോക്കണ? അയ്യോ, അപ്പൊ പോലീസ് പിടിക്കില്ലേ? പിടിച്ച ജയിലിൽ പോയി കിടക്കണോ? എന്റെ പൊന്നു വനജെ, ഇതിന്റെ ഒക്കെ പിറകിൽ ബടാ ടീംസാ. അവർക്ക് വലിയ പിടിയല്ലേ, അങ്ങ് കച്ചേരി തൊട്ട് പഞ്ചായത്ത് വരെ. പിന്നെ എന്തിനു പേടിക്കണത്? നോ ടെൻഷൻസാ. അപ്പോ വനജ നിരീക്ഷിച്ചിട്ട് പപ്പണ്ണോട് പറ. മന്തികളുടെ ചൂടുകളും മറ്റും പോയാലുണ്ടല്ലോ, ടേസ്റ്റുകൾ കുറയും. പപ്പണ്ണ, ഞാൻ പറയാം. മൈക്കൽ, तेरा यही अंदाज मुझे बहुत पसंद है. വിചാരിച്ചിരിക്കാത്ത സമയത്ത് നിന്റെ ഈ ബ്രില്യൻറ്റ് മൂവ്സ്. താങ്ക് യു. മജാ ആ ഗയാ മേരെ. ഇതെല്ലാം പത്മന്റെ അറേഞ്ച്മെന്റ്സ് ആണ്. सही है, तू फोटो भेज. बंदी सही है क्या, मैं देखता हूँ. ओके सर, जरूर. ठीक है. ഹലോ പത്മ, നീ എവിടാ? ഞങ്ങളുടെ നെസ്റ്റോലുണ്ട്. ആ, ഞാനിവിടെ തന്നെ മൊബൈൽ ഷോപ്പിനടുത്തുണ്ട്. നീ ആ പെണ്ണിനെ കൊണ്ട് മൊബൈൽ നോക്കാൻ പറഞ്ഞ് ഇങ്ങോട്ട് പോരാ. സീട്ടൊരു ഫോട്ടോ വേണമത്രേ. അവസാന നിമിഷം കാല് മാറുന്ന ടീം അല്ലല്ലോ അല്ലേ? ഏയ്, അങ്ങനൊന്നുമില്ല. എന്നാ നീ പോരെ. സംശയം തോന്നാത്ത രീതിയിൽ ഫോട്ടോ ഞാനെടുത്ത് അയച്ചോളാം. അതെ, എൻ്റെ മോന് വേണ്ടിയാണേ.
ഈ ഫോണുണ്ടോ ഇവിടെ? ഏത്? ഇതുണ്ട് ഇവിടെ. ഇതിനൊക്കെ എന്ത് വില വരും? വാങ്ങുവനച്ചേ, വാങ്ങാനുള്ള കാശൊക്കെ കിട്ടും. ഇതിനൊരു 400 രൂപയുള്ള വില വരുന്നുണ്ട്. വേണ്ട, പിന്നെ വാങ്ങാം. ശരി, വാ പോവാം. ഇതെന്താ പപ്പണ്ണ ഈ സാനിറ്ററി പാഡൊക്കെ? ഇതെന്തിനാ? ഉരുപ്പടികൾ ഇതിലുണ്ട്. ഇതിലോ? ഇതിലും മനോഹരമായ പാക്കിങ്ങുകൾ സ്വപ്നങ്ങളിൽ മാത്രം. അയ്യോ, അണ കൊടുങ്ങോ? എന്റെ പൊന്നു വനജയെ, ഈ 12 മണിക്കൂർ നിന്റെ മോന്തങ്ങനെ കാണിക്കല്ലേ. നാളെ എയർപോർട്ടിൽ കക്ഷികൾ വരും. നിന്റെ ചെക്കന് ഫോൺ വാങ്ങാനുള്ള കാശുകളും മറ്റും അവിടെ കിട്ടും. എന്തൊരു ബോധിച്ച. പിന്നൊരു കാര്യം ഞാൻ പറഞ്ഞാൽ കേട്ടാ, നിന്റെ ചെറുക്കനെ കെട്ടിയൊന്ന് തോന്നിയ പോലെ കെട്ടിത്തൂങ്ങാൻ തോന്നിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ദേ കിടന്ന് ആടും കേട്ടാ. കാണണോ നിനക്ക്? കാണണോ? ദൈവം പറഞ്ഞ ഓരോ വഴികൾ കാണിച്ചു കൊടുക്കുമ്പോഴാണ് വേണ്ടെന്ന് പറയുന്നത്. എന്ത് ബുദ്ധിയുള്ളില്ലാത്ത വാർത്ത. ആകെ തിര മനസ്സാകെ വിറ, ഈ യാത്ര ഒരു തടവറ. ഈ കഥ ഇവിടെ കൊണ്ട് തീരുന്നില്ല, വരും കഥയിലുള്ള കത്തിയേറിയണമെന്നില്ല. പ്രവാസിന പറയുന്നു പണമരമല്ല, ഒടുക്കം പൊന്നുരുക്കിതിന്റെ കണക്കിലുമില്ല. മരുഭൂമിയായി ഉള്ളിനുടലിൽ ദാഹമായി, ഒരിക്കലും അടങ്ങാത്ത തിരയിലെ ഇരയായി, ദുരിതം ഗുണിതം 101 മടങ്ങായി എന്നും എന്റെ മനസ്സിലെ കണ്ണീരിന്റെ കരയായി. മോഹങ്ങൾ ഉയർന്നാല് അത് തേടാൻ ത്യാഗത്തിൻ വില പറഞ്ഞാൽ അത് ഞാനാ. കൈവിട്ട് പറന്നാല് അന്ന് കാണാ തുടക്കം തിരയില് കിടക്കും കടലില്. വേർപാടി പൊടിക്കാറ്റ് മൂടുന്ന നാടിത്, ഒടുക്കം പെട്ടതായി ഊരാ കുടിക്കല്. ഉള്ളോനും ഇല്ലാത്തനും ഒരേപോലെ പോരിത്. സ്വർണ്ണക്കടത്തുകാരുടെ വാക്കും വിശ്വസിച്ച് ഉരുപ്പടിയും ഒളിപ്പിച്ച് വിമാനമിറങ്ങുന്നവർ ഇനി സൂക്ഷിക്കുക. ഇന്ത്യയിൽ നിയമം മാറി. വിമാനത്താവളത്തിന് പുറത്തു വച്ച് സ്വർണ്ണക്കടത്ത് പിടിച്ചാൽ അകത്ത് കിടക്കേണ്ടി വരും. നേരത്തെ സ്വർണം കടത്തി വരുന്നവരെ വിമാനത്താവളത്തിന് പുറത്തു വച്ച് പോലീസ് പിടിച്ചാൽ കാര്യമായി ഒന്നും സംഭവിക്കുമായിരുന്നില്ല. ഹലോ. എടാ പത്മ, നിനക്ക് ഞാനൊരു ലിങ്ക് അയച്ചിട്ടുണ്ട്, അത് നോക്കടാ. മൈക്കിളുണ്ട്. എടാ പത്മ, നീയും അവളും കൂടെ ചേർന്ന് ഞങ്ങളെ പറ്റിക്കായിരുന്നു അല്ലടാ? എന്തിന് പറയണത് ഒന്നും മനസ്സിലാവണില്ല. നീയും അവളും കൂടെ ചേർന്നുണ്ടാക്കിയ നഷ്ടം എത്രയാണെന്നറിയോ? നഷ്ടം? കലിപ്പിലാ. തെളിച്ചു പറ. നീ തീർന്നടാ, തീർന്നു. എന്തിനാ സംഭവിച്ചെന്ന് പറയേ. ആ ലിങ്ക് നോക്കടാ. ലിങ്കോ? സംസ്ഥാനത്തെ വിമാനത്താവളങ്ങൾ
In fact, it is a good catch of this year. First of all, I want to congratulate my entire team. പിന്നെ it was a joint operation. പോലീസും കസ്റ്റംസും ചേർന്നിട്ടുള്ള ഒരു കമ്പൈൻഡ് ഓപ്പറേഷൻ ആയിരുന്നു ഇത്. We have made a squad. It's a collaborative effort from the police and the customs department. So the carriers, the eagle can catch you at any time. We can't disclose much about this operation. ഞങ്ങൾക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. And investigation is still going on. ആ പൂമോൾ എന്തൊരു പണിയാ ചെയ്ത്? ജീവപര്യന്തം വരെ കഠിന തടവും 5 ലക്ഷം രൂപ വരെ പിഴശിക്ഷയും കിട്ടാവുന്ന കുറ്റമായി മാറി. ഇത്രയും കാലം ചോര നീരാക്കി അവനെ വളർത്തി വലുതാക്കിയ നമ്മളെക്കാട്ടിലും വലുത് അവന് ഫോണാണെങ്കിൽ അവനെങ്ങോട്ടെങ്കിലും പൊക്കോട്ടെ അച്ഛാ, പൊക്കോട്ടെ. ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുത്തിട്ട് അവനൊരു മൂഢ സ്വർഗത്തിലിരുത്തുന്നതിനേക്കാൾ ഭേദം ജീവിത യാഥാർത്ഥ്യങ്ങൾ പഠിക്കട്ടെ അവൻ. എന്നാലല്ലേ ജീവിതത്തിൽ പതറാതെ നിൽക്കാൻ പറ്റുമോ മോളെ? ആ ദാ മോളെ. സോറി പപ്പണ്ണ, സോറി. എനിക്ക് പറ്റിയില്ല പേടി കാരണം. നമ്മളന്ന് വരുന്ന വഴിക്ക് പെട്രോൾ പമ്പിൽ കാറ് നിർത്തിയിരുന്നല്ലോ. നാശം. ഒരു സമയത്താണ് പണ്ടാടങ്ങാൻ പപ്പണ്ണനപ്പം പുറത്തിറങ്ങിയപ്പോൾ ഞാൻ സീറ്റിന്റെ ബാക്കിൽ ആ കവർ ഇട്ടായിരുന്നു. എനിക്ക് പേടിയായിട്ടാ പപ്പണ്ണ, സോറി. എടീ ഡാഷ് മോളെ, പപ്പനിട്ട് പണിയെടുത്ത് ജീവിക്കാന്ന് കരുതണ്ട കേട്ടാ. ലോകത്തിന്റെ ഏത് കോണി പോയാൽ നിന്നെ പിടിച്ചിരിക്കടി. قلت لك شوف كاميرات المراقبة. هذا عامل مالك سارق التمر. مو ذا كذا يوسف، مو ذا كذا يوسف مسوي وانا مأمن فيه. اتصل به. لا حول ولا قوة إلا بالله. لكنه هذا العامل وانا مأمن فيه وسرقني. تو اتصل به. ماشي عاد ما يرد. حاول. هذا عاد هارب. راح بيكون. حاول مرتين ثلاث لازم يرد. عاد ما يرد. لا حول ولا قوة إلا بالله. وراحت الغلة هذه السنة. ما بيروح بيرجع بيجاب. ماشي فايدة. पद्मान बॉस, एक बात कान खोल के सुन ले तू. सॉरी बॉस, मुझे मालूम नहीं, मुझे मगर नहीं. तू मेरा सुन अभी. सॉरी. इधर कलियाना. यहाँ पे जो करेगा उसका जेब भरेगा, और जो नहीं किया वो तो मरेगा. मर साला. सॉरी बॉस, नेक्स्ट टाइम. इस खेल में दूसरा मौका सिर्फ मौत है. Hello, Mohammad Iqbal. Where are you right now? Yes, sir. Sir, I'm on the way. Me and SP sir are waiting here, okay? Sure, sir. We'll be there soon. Mohammad Iqbal, how is his past records? See?
ആഹാ, മുഹമ്മദ് ആള് കൊള്ളാലോ. ചാർജ് എടുത്ത് 2 ദിവസത്തിനുള്ളിൽ പുള്ളിക്കാരൻ ഫസ്റ്റ് മൂവ് നടത്തിയിരിക്കുന്നല്ലോ. യെസ്, അവന് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒരു വിളിപ്പേരുണ്ട്, മിന്നൽ. ഓഹോ, വെരി ഗുഡ്. Sir, here is the report. Yes. Yes, take your seat. Thank you, sir. Well done, Muhammad. Thank you, sir. Muhammad Iqbal, you should be more careful about your every move. Sure, sir. ഒരുപാട് സ്രാവുകളും കയങ്ങളും നിറഞ്ഞൊരു വലിയ കടലാണിത്. Sir, our team is the best. So we can expect more in coming days. പിന്നെ ജുഡീഷ്യറിയും ഫോഴ്സും കൂടെയുണ്ടെങ്കിൽ we can do our best. I'm sure, sir, our eagle eyes are behind them. കള്ളക്കടത്തുകാർ ഇതുവരെ പ്രവാസികളിൽ ചിലരെയെങ്കിലും സ്വർണം കടത്താൻ പ്രേരിപ്പിക്കുന്നത് ഇതൊക്കെ പറഞ്ഞിട്ടാണ്. പിടിച്ചാലും ഒന്നും സംഭവിക്കില്ല, നിയമ നടപടികൾ ഒന്നും ഉണ്ടാവില്ല. പിടിച്ചാൽ ഊരിപ്പോരാമെന്ന്. ഇനി അങ്ങനെ നടക്കില്ല. കഥ മാറി. ജൂലൈ 2 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നു. ഭാരതീയ ന്യായ സംഹിത പ്രകാരം സ്വർണ്ണക്കടത്ത് ഓർഗനൈസ് ക്രൈമിൻ്റെ പരിധിയിലാണ് ഇനി വരുന്നത്. ജീവപര്യന്തം വരെ കഠിന തടവും 5 ലക്ഷം രൂപ പിഴശിക്ഷയും ലഭിക്കാവുന്ന കുറ്റമായി മാറിയിരിക്കുന്നു. കൊള്ളയടി, കൊട്ടേഷൻ കൊലപാതകം, മയക്കുമരുന്ന് കടത്ത്, ഈ ഗൗരവത്തിലേക്ക് സ്വർണ്ണക്കടത്തും മാറുകയാണ്. മാത്രമല്ല, സ്വർണ്ണക്കടത്ത് പിടിച്ചാൽ സ്വർണം കൈമാറിയവരിലേക്കും അന്വേഷണം നടത്താനുള്ള അധികാരം നൽകുന്നതാണ് പുതിയ നിയമം. സ്വർണ്ണക്കേസിൽ FIR പോലുമില്ലാത്ത പഴയ കാലമൊക്കെ പോയി. ഇനി പിടിച്ചാൽ ജീവപര്യന്തം വരെ അകത്ത് കിടക്കേണ്ടി വരും. പാസ്പോർട്ട് പിടിച്ചെടുത്തേക്കാം. അതുകൊണ്ട് വല്ലവനുമൊക്കെ പറയുന്നത് കേട്ട് സ്വർണം ശരീരത്തിൽ ഒളിപ്പിച്ചു വരുന്നവർ സൂക്ഷിക്കുക. ക്യാമറാമാൻ ജിജോടൊപ്പം അനന്തകൃഷ്ണൻ, പ്രവാസി ന്യൂസ്, തിരുവനന്തപുരം. ഈ കഥ ഇവിടെ കൊണ്ട് തീരുന്നില്ല. വെറും കഥയിലുള്ള കത്തിയേരിയണമെന്നില്ല. പ്രവാസി നാം പറയുന്നു പണമരമല്ല. ഒടുക്കം പൊന്നുരുക്കിയതിന്റെ കണക്കിലുമില്ല. മരുഭൂമിയായി ഉള്ളിനുടലിൻ ദാഹമായി ഒരിക്കലും അടങ്ങാത്ത തിരയിലെ ഇരയായി ദുരിതം ഗുണിതം 101 മടങ്ങായി എന്നും എന്റെ മനസ്സിലെ കണ്ണീരിന്റെ കരയായി. മോഹങ്ങൾ ഉയർന്നാല് അത് തേടാൻ ത്യാഗത്തിൻ വില പറഞ്ഞാൽ അത് ഞാനാ. കൈവിട്ട് പറന്നാല് അന്ന് കാണാ തുടക്കം തിരയില് കിടക്കും കടലില്. വേർപാടി പൊടിക്കാറ്റ് മൂടുന്ന നാടിത് ഒടുക്കം പെട്ടതായി ഊരാ കുടിക്കില്. ഉള്ളോനുമില്ലാത്തതും ഒരേപോലെ പോരിത്. ഞാൻ